السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതം വിശുദ്ധമാക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധമായ പവിത്രമാസമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. സാധാരണഗതിയിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മുഹറം മാസം എന്ന് പറഞ്ഞാൽ സൽക്കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസം എന്നാണ്. ഏത് സൽക്കാര്യങ്ങൾ ചെയ്താലും അത് അപകടത്തിൽ ചെന്നുപെടും എന്നാണ് നല്ലൊരു സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. മുഹറം 10 കഴിയാതെ ഒരു നന്മയും ചെയ്യാൻ പാടില്ല, വിവാഹം നടത്താൻ പാടില്ല, കച്ചവടം തുടങ്ങാൻ പാടില്ല, വാഹനം വാങ്ങാൻ പാടില്ല, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിലക്കുകൾ. എന്നാൽ ഇസ്ലാമിനെപ്പറ്റി പഠിക്കുന്ന ഒരാൾക്ക് മുഹറം മാസം വളരെ അനുഗ്രഹീതമായ മാസമാണ്. വിശ്വാസി സമൂഹമായ മുസ്ലിങ്ങൾക്കും അമ്പിയാക്കന്മാർക്കുമൊക്കെ അള്ളാഹു നിരവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്ത മാസമാണ്. അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയോടൊത്ത് സ്വർഗത്തിലായിരുന്നു താമസിച്ചിരുന്നത്, അല്ലേ? അദ്ദേഹത്തെ അള്ളാഹു താമസിപ്പിച്ചപ്പോൾ പറഞ്ഞു, വക്കുൽന, നാം പറഞ്ഞു, യാ ആദം, ആദമേ, ഇസ്കുൻ അൻത വസൗജുക, നീയും നിന്റെ ഭാര്യയും താമസിച്ചുകൊള്ളുക അൽ ജന്ന, സ്വർഗത്തിൽ. വകുലാ മിൻഹ, രണ്ടുപേരും ഭക്ഷിച്ചുകൊള്ളുക റഗദൻ, ഇഷ്ടം പോലെ, ഹൈസു ഷീത്തുമ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് ഇഷ്ടം പോലെ തിന്നാം. ഒരൊറ്റ കനി അള്ളാഹു വിലക്കി. എന്താണോ വിലക്കിയത് അതുപയോഗിക്കാനാണ് പൊതുവെ മനുഷ്യന്മാർക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. വിലക്കിയതിനോടാണ് കൂടുതൽ ഇഷ്ടം. അനുവദിച്ചാൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ ഏത് പണി എടുത്തു നോക്കേണ്ടി.
അതിന് കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. മനുഷ്യൻ സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം, പ്രകൃതം, ചില ആളുകൾ സബൈ ആയിരിക്കും. സബൈ എന്ന് പറഞ്ഞാൽ വന്യമൃഗ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ക്രൂരമായ എന്തു തെറ്റും ചെയ്യും, ആരെയും കൊല്ലും. അതാണ് വന്യമൃഗം. തബിയത്തു സബൈ എന്ന് പറയും. അതൊരു വന്യമൃഗ സ്വഭാവമാണ്. ആരെ ദ്രോഹിച്ചാലും ആരെ സങ്കടപ്പെടുത്തിയാലും ഒരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ? അതാണ് ഒന്ന്. മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ തബിയത്ത് നാക്കാലികളുടേതാണ്. അവർ നാക്കാലികളെപ്പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നാക്കാലികളെപ്പോലെ ഇണചേരാം. ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അതൊരു പ്രത്യേകതരം വിഭാഗമായത്. മറ്റൊന്ന്, എല്ലാ തമ്മാടിത്തങ്ങളെയും ഉൾക്കൊള്ളുന്ന പിശാചിൻ്റെ പ്രകൃതം, തബിയത്തു ഷെയ്ത്താനിയ എന്ന് പറയും. മറ്റൊരു വിഭാഗം ആളുകൾ തബിയത്തു റബ്ബാനിയ, റബ്ബിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുള്ളൂ. ഷെയ്ത്താൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യൂല. നാക്കാലികൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യൂല. വന്യമൃഗം ഇഷ്ടപ്പെടുന്നത് ചെയ്യില്ല. 4 വിഭാഗം പ്രകൃതമാണ് മനുഷ്യർക്ക് ഉണ്ടാകുക. അപ്പം മനുഷ്യന്മാർ പൊതുവെ നന്മകൾ ചെയ്യുമ്പോൾ ഈ മാസം ഇരട്ടി പ്രതിഫലം, തിന്മകൾ ചെയ്താലോ ഇരട്ടി ശിക്ഷയും ഉണ്ടാവും. അതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. മുഹറം മാസത്തിൽ പാപങ്ങൾ ചെയ്താൽ ഇരട്ടി ശിക്ഷ ഉണ്ടാവും, നന്മകൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം ഉണ്ടാവും. അതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നു. നമുക്കറിയാം എന്തായിരുന്നത്. അള്ളാഹു പറഞ്ഞു, ലാ തഖറബ ഹാദിഹി ഷജറ. സ്വർഗത്തിൽ ഒരു വൃക്ഷത്തെ കാണിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ മരം കൊള്ള അടുക്കരുത്, ഇതിൽ നിന്ന് ഭക്ഷിക്കരുത്. അങ്ങനെ തിന്നാൽ ഫതകൂന മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായി മാറും എന്ന് അള്ളാഹു ആദം നബിക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഫഅസല്ലഹുമ ഷൈത്താൻ, പിശാച് അവർ രണ്ടുപേരെയും വഴിപഴിപ്പിച്ചു. ഇത് തിന്നാൽ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ നിങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളിത് ഭക്ഷിക്കണം. മുൽക്കിൻ ലാ യുബ്ല, എന്നേക്കുമുള്ള രാജ്യത്വം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിശാച് അവനെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഭക്ഷണം കഴിച്ചു. ആ തെറ്റവർ ചെയ്തപ്പോൾ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞേക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടാകുന്നത്. അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോൾ വല്ലാത്ത സങ്കടത്തിലായി. ആ സങ്കടം വന്നപ്പോൾ അള്ളാഹു തന്നെ ആദം നബിക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഖുർആൻ പറഞ്ഞു, ഫതലക്ക ആദം മിർ റബ്ബിഹി കലിമാത്ത്, റബ്ബിങ്കിൽ നിന്നുള്ള ചില പ്രാർത്ഥനാ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഫതലക്ക ആദം മിർ റബ്ബിഹി കലിമാത്ത് ഫതാബ അലൈഹി, ആ പഠിപ്പിച്ചു കൊടുത്ത വാചകങ്ങൾ ഉപയോഗിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്തു ആദം നബി. ജീവിതത്തിൽ വന്നുപോയ തെറ്റ്. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നു, ഖാലാ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങൾ ഇതായിരുന്നു. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ ലലംനാ അൻഫുസനാ, ഞങ്ങൾ സ്വന്തത്തോട് പാപം ചെയ്തു പോയി പടച്ചോനെ. സ്വന്തത്തോട്, ലലംനാ അൻഫുസനാ, വേറെ ആരോടുമല്ല, ഞങ്ങളോട് തന്നെ ഞങ്ങൾ അക്രമം ചെയ്തു, പാപം ചെയ്തു. അതുകൊണ്ട് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങളോട് കരുണ കാണിക്കുകയും നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഈ പ്രാർത്ഥന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച മാസമാണ് മുഹറം. താബല്ലാഹു ഫീഹി അല ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു ഈ മുഹറം മാസത്തിലാണ് സ്വീകരിച്ചത്. ഫഅസ്ബഹ സഫിയ്യൻ, അങ്ങനെ അദ്ദേഹത്തെ വിശുദ്ധനാക്കുകയും ചെയ്തു. ആ തെറ്റെല്ലാം അള്ളാഹു മായ്ച്ചു കളഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അർത്ഥം, ഒരു വലിയ പാപം ചെയ്തൊരു വ്യക്തിക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റിയ നല്ലൊരു മാസം, അതാണ് മുഹറം.
മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്നുപോയ തെറ്റ് അള്ളാഹു സ്വീകരിച്ച മാസം. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിച്ചു. ഒരു കൊല്ലത്തേക്ക് ഒരാൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനം സ്വീകരിച്ചിരുന്നെങ്കിൽ 950 ആളുകൾ കൂടെ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ നൂഹ് നബിന്റെ കൂടെ ഏറിയാൽ മുഫസ്സിറുകൾ പറഞ്ഞത് 80 ആളാണ്. പ്രബോധനം ചെയ്തു മടുത്തപ്പോൾ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബിൻ സുർനി ബിമാ കദബൂൻ, റബ്ബേ എന്നെ തള്ളിക്കളഞ്ഞ ഈ സമൂഹത്തിൽ നിന്ന് നീ എന്നെ സഹായിക്കണേ റബ്ബേ. അങ്ങനെ അള്ളാഹു പ്രാർത്ഥന കബൂലാക്കുകയും അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, അനിസ്നയിൽ ഫുൽക്കബി അയ്യുനിന വഹീന, നമ്മുടെ നിർദ്ദേശമനുസരിച്ചും നമ്മുടെ വഹി അനുസരിച്ചും അനിസ്നയിൽ ഫുൽക്ക്, ഒരു കപ്പൽ നീ ഉണ്ടായിക്കോ. കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പ് പോലത്തെ അല്ല, ആണി തറച്ച പലകന്മേൽ ഒരു രക്ഷപ്പെടാനുള്ള വഴി. അതാ പറഞ്ഞു അനിസ്നയിൽ ഫുൽക്കബി അഹ്യുന വഹീന. അങ്ങനെ ഫാറത്തൊന്നൂർ, ആ അള്ളാഹുവിൻ്റെ ശക്തമായ പ്രളയമുണ്ടാവുകയും 7 ദിനരാത്രങ്ങൾ ശക്തമായി ആകാശത്ത് മഴ വർഷിക്കുകയും ഭൂമിയിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്തപ്പോൾ എല്ലാവരും മുങ്ങി മരിക്കുന്ന രംഗത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആണി തറച്ച പലകന്മേൽ യാത്ര പോവുകയാണ്. അങ്ങനെ അള്ളാഹു നൂഹ് നബിയെയും നൂഹ് നബിയിൽ വിശ്വസിച്ച ആൾക്കാരെയും അള്ളാഹു പറഞ്ഞ പ്രകാരം നീ നിന്റെ കുടുംബത്തെയും നിന്നിൽ വിശ്വസിച്ച ആൾക്കാരെയും ഒക്കെ ഈ ആണി തറച്ച പലകയിൽ കയറ്റിക്കോളൂ. ഇല്ലാമൻ സബഖ അലൈഹിമുൽ ഖൗൽ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഒരു വിഭാഗം ആളുകൾ മുങ്ങി മരിക്കും, നീ രക്ഷപ്പെടും. അങ്ങനെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്നിൽ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം. അഖ്റജ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മിന സഫീന, കപ്പലിലൂടെ അള്ളാഹു രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാപം പുറത്തു കൊടുത്ത മാസമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കപ്പൽ കയറ്റി രക്ഷപ്പെടുത്തിയ മാസമാണ്. അപ്പം രക്ഷയുടെ മാസമാണ് മുഹറം. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. മുഹറം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പവിത്ര മാസം എന്നാണ്. പക്ഷെ ആളുകൾ ധരിക്കുന്നത് പവിത്രം എന്നല്ല, ഹറാമായ മാസം മുഹറം. എല്ലാം ചെയ്യൽ ഹറാമായത്. ആ മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത ആളുകളാണ് മുസ്ലിങ്ങളെ കൂടെ. അതുകൊണ്ട് തന്നെ മുഹറം 10 കഴിയാതെ മകളെ വിവാഹം നിശ്ചയിക്കില്ല, ഒരു പീടിക തുറക്കില്ല, ഒരു കാറ് വാങ്ങില്ല, അങ്ങനത്തെ സൽക്കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഒക്കെ അപകടം ചെയ്യുന്നു. പക്ഷേ വിശ്വാസി സമൂഹത്തിനും അമ്പിയാക്കന്മാർക്കും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാസമാണ്. നിങ്ങൾക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂരനായ ഭരണാധികാരി നമ്രൂദ് അദ്ദേഹത്തിന് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞ രംഗം നിങ്ങൾക്കറിയാം അല്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മാസം മുഹറമാണ്. നജ്ജല്ലാഹു ഫീഹി ഇബ്രാഹിം മിനൻ നമ്രൂദ്, നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു യാനാറു കൂനി ബർദം വ സലാമൻ അല ഇബ്രാഹിം എന്ന ആയത്തിറക്കിക്കൊണ്ട് ഇബ്രാഹിമിന് തീക്ക് ചൂട് നൽകിയ അള്ളാഹു തീയോട് തണുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ മാസവും ഇത് തന്നെയാണ്. അപ്പം ശത്രുക്കളുടെ അക്രമത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റിയ ഒരവസരമായിട്ടാണ് അള്ളാഹു മുഹറം മാസത്തെ പരിചയപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഒരു വിശ്വാസി സമൂഹത്തെ വാർത്തെടുക്കാൻ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് ഇറക്കി കൊടുത്ത മാസവും മുഹറം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമദാൻ നമുക്കറിയാം, തൗറാത്ത് ഇറങ്ങിയത് മുഹറത്തിലാണ്. അൻസല അല്ലാഹു ഫീഹി തൗറാത്ത അല മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തൗറാത്ത് ഇറക്കി കൊടുത്ത മാസവും മുഹറം. അങ്ങനെ ഒരുപാട് പവിത്രതകളുള്ള മാസമാണ്, അനുഗ്രഹങ്ങളുടെ. ഇതുപോലെ തന്നെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മക്കൾ തൻ്റെ മകനെ കിണറ്റിലെറിയുകയും നിർദാക്ഷിണ്യം നബിയിൽ നിന്ന് യാക്കൂബ് നബിയിൽ നിന്ന് അടർത്തിക്കളയുകയും ചെയ്തു. വർഷങ്ങളോളം മകനെ കാണാതെ ആ പിതാവ് നൊമ്പരപ്പെട്ടു, ഒരുപാട് സങ്കടപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഒരുപാട് സങ്കടത്തിൽ കഴിയുമ്പോൾ യാക്കൂബ് നബി ഒരുപാട് റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു. കരഞ്ഞ് ഖുർആൻ പറയുന്നത് ഒബിയല്ലത്ത് ഐനാഹുന, കണ്ണിൻ്റെ കറുത്ത കൃഷ്ണമണി കരഞ്ഞ് വെളുത്തുപോയി, അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്. എന്നാൽ
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു റദ്ദ ഫീഹി അലാ യാക്കൂബ് ബസറഹു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാഴ്ചശക്തി തിരിച്ചു കൊടുത്തതും മുഹറം മാസത്തിലാണ്. ഇപ്പോൾ വലിയൊരു പ്രയാസത്തിൽ നിന്ന് വിശ്വാസി സമൂഹങ്ങളായ അമ്പിയാക്കന്മാരൊക്കെ രക്ഷപ്പെടുത്തിയ മാസമായിട്ടാണ് മുഹറത്തെ അള്ളാഹു പരിചയപ്പെടുന്നത്. അതുപോലെ നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ രോഗമായിരുന്നു അല്ലേ, ആരും അടുക്കാൻ തയ്യാറില്ലാത്ത ദുർഗന്ധം വമിക്കുന്ന 18 വർഷക്കാലം രോഗം മാറാതെ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. അള്ളാഹുവിന് പ്രവാചകന്മാരുള്ള വെറുപ്പ് കൊണ്ടല്ല അള്ളാഹു പരീക്ഷിക്കുന്നത്, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ഇപ്പം നമുക്കൊക്കെ ഒരു 10-12 വർഷം ശരീരം മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന ഒരു രോഗം വന്നാൽ എന്തുണ്ടാവും? വെറുതെ ഭാവനയിലൊന്ന് കണ്ടു നോക്കി നിങ്ങൾ, എന്തുണ്ടാവും? സ്നേഹിക്കപ്പെടുന്നവരൊക്കെ പോവും, 90% ആൾക്കാരും പോവും ഇല്ലേ? മണത്തിട്ട് നിങ്ങൾക്ക് കളിയില്ല, തള്ളൻ്റെ അടുത്ത് പോകാൻ വയ്യാറ് അല്ലേ? കാരണം മക്കളൊക്കെ അടുത്ത തലമുറയൊക്കെ ഡീസൻസി ആയിരിക്കും, മാതാപിതാക്കളോ വളരെ കഷ്ടപ്പെടുകയാണ് ഒരു രോഗം കൊടുത്തിട്ട്. അപ്പോൾ അള്ളാഹു ആ രോഗം കൊടുത്ത് അയ്യൂബ് നബിക്കായിരുന്നു. എന്നാൽ ആ രോഗം ബാധിച്ച് ദുർഗന്ധം വമിച്ച് അങ്ങേയറ്റം കഷ്ടപ്പെട്ട അയ്യൂബ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അത് ഖുർആന്റെ അടുത്ത് സൂറത്തുൽ അംബിയായിൽ പറയുന്നു, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ, അള്ളാഹുവേ നിന്റെ ദാസനായ അയ്യൂബിന് അന്നീ മസ്സനിയൽ ദുർ, വളരെ വേദനാജനകമായ സങ്കടകരമായ ഒരു രോഗം എന്നെ ബാധിച്ചിരിക്കുന്നു, മാറ്റിത്തരുന്നല്ല പറഞ്ഞു. വാൻ തർഹമുറാഹിമീൻ, പടച്ചോനെ നീ കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവനാണ്. അതാണ് പ്രതീക്ഷ. എൻ്റെ രോഗം മാറ്റിത്തരണമെന്ന് അയ്യൂബ് നബി പ്രാർത്ഥിച്ചില്ല, 18 കൊല്ലവും പ്രാർത്ഥിച്ചത് മുഴുവൻ നീ കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവനാണല്ലോ, നിന്റെ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കുകയും ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ ബിഹി മാ ബിഹി മിൻ ദുർ, അദ്ദേഹത്തിന് ബാധിച്ച ദുരിതത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വ ആത്തൈനാഹു അഹ്ലഹു വ മിസ്ലഹും, അദ്ദേഹത്തിന് രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമെല്ലാം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോയിരുന്നു. പക്ഷെ അള്ളാഹു തത്തുല്യമായ കുടുംബത്തെയും മനോഹരമായ കുടുംബത്തെയും അള്ളാഹു പകരം നൽകി. റഹ്മത്തൻ മിൻ ഇന്ദിനാ, അത് അള്ളാഹുവിൻ്റെ കാരുണ്യമായി അള്ളാഹു കൊടുത്തതാണ്. അത് പറഞ്ഞ ശേഷം അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് ഇത് അയ്യൂബ് നബിക്ക് മാത്രമല്ല, അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസന്മാർക്കെല്ലാമുള്ള ഒരു ഉത്ബോധനമാണ്, ഒരു പാഠമാണ് ഈ സംഭവത്തിലുള്ളത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മാത്രം കൊടുത്തതല്ല, അത് ദിക്റാലിൽ ആബിദീൻ, ആബിദുകളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഒരു പാഠമാണ്. എത്ര കഷ്ടപ്പെടുത്തിയാലും എല്ലാ കാലവും അള്ളാഹു ആരെയും കഷ്ടപ്പെടുത്തുക മഹാലാണ്, അസംഭവ്യമാണ്. എല്ലാ കാലത്തും അള്ളാഹു ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കില്ല. എന്നാൽ ഇന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം എളുപ്പവും ഉണ്ടാവും. ഏതൊരു പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവിടെ ഒരു എളുപ്പമുണ്ടാവും, ഏതൊരു എളുപ്പം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവിടെ ഒരു പ്രയാസം വരാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് സന്തോഷത്തിൻ്റെയും പിന്നാലെ ഒരു ദുഃഖം ഉണ്ടാവും, ഏത് ദുഃഖത്തിൻ്റെയും പിന്നാലെ ഒരു സന്തോഷം ഉണ്ടാവും. അത് നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും അല്ലേ? ഒരു ഇറക്കത്തിന് ഇപ്പോൾ ഒരു കയറ്റുന്ന നമ്മൾ സാധാരണ മൊഴിയുന്ന ഒരു മൊഴിയാണത്. അത് തന്നെയാണ് പറഞ്ഞത്, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗത്തെ അല്ലാഹു നീക്കിക്കൊടുത്തു, രക്ഷപ്പെടുത്തി. അതും നടന്നത് മുഹറം മാസത്തിലാണ്. പക്ഷെ ഇതൊക്കെ ലഭിച്ച ഒരു ഉമ്മത്തിൻ്റെ വിശ്വാസം എന്താ? മുഹറം 10 ചെയ്യാണ്ട് ഒരു നന്മയും ചെയ്യരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എങ്ങനെ വന്നു? പിശാജ് ഉണ്ടാക്കി കൊടുത്തതാണ്, പിശാജ് മനുഷ്യർക്ക് കൊടുത്തതാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, ഫീഹി കശഫല്ലൂറ അൻ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഹറം മാസത്തിലാണ് അള്ളാഹു ഈ ദുരിതം നീക്കിക്കൊടുത്തത്. അങ്ങനെ ഈ ദുരിതം നീക്കിക്കൊടുത്തതും ഫീഹി ഇതേ മാസത്തിലാണ് കശഫല്ലൂറ അൻ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുരിതം നീക്കിക്കൊടുത്തത്. അതുപോലെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഇങ്ങനെ ചരിത്രം വിശദീകരിക്കുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനുവ എന്ന പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം. ആയുഷ്കാലം മുഴുവൻ പ്രബോധനം ചെയ്തിട്ടും ആളുകൾ നിലവാരത്തിലേക്ക്, ഇസ്ലാമിൻ്റെ ചര്യകളിലേക്ക്, നിയമങ്ങളിലേക്ക് വരാതെ സങ്കടപ്പെട്ടപ്പോൾ അദ്ദേഹം ആ സമൂഹത്തെ ഒഴിവാക്കി നാടുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ നാടുവിടാൻ തീരുമാനിച്ച
അദ്ദേഹം ഒരു കപ്പലിൽ കയറി കപ്പൽ യാത്ര പോവുകയാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും ബാധിച്ചപ്പോൾ കപ്പലിൽ കുറച്ച് വെയിറ്റ് അധികമാണ്. അപ്പം ഒരാളെങ്കിലും ഈ കപ്പലിൽ നിന്നെടുത്ത് ഒഴിവാക്കിയാൽ കപ്പൽ നേർക്ക് പോകും. ആരെങ്കിലും പറയോ ആഴക്കടലിലേക്ക് എണ്ണിട്ടോളിന്ന്? ആരും പറയില്ല. അപ്പം എന്തായത്, അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരുടെയും പേരെഴുതി നറുക്കിട്ടെടുത്തപ്പോൾ ഞാൻ ഈ പറഞ്ഞ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ് കിട്ടിയത്. ചരിത്രം ഞാൻ പരത്തുന്നില്ല. ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആഴക്കടലിലേക്ക് ചെന്ന് വീണപ്പോൾ ഭീമാകാരനായൊരു മത്സ്യത്തിൻ്റെ വായിലേക്കാണ് ചെന്നപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ ആഴക്കടൽ, അതിൻ്റെ കൂരിട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഒരു മത്സ്യം കൂടി വിഴുങ്ങുന്നത്. ഇതൊക്കെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചതിന് വിശുദ്ധ ഖുർആനിലുള്ള സംഭവങ്ങൾ. അതൊക്കെ അല്ല പറയാം. ഫനാദാ ഫിൽ ളുലുമാത്തി, ആ അതിശക്തമായ കൂരിട്ടിൽ, ആഴക്കടലിൻ്റെ കൂരിട്ടും അതോടൊപ്പം മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള കൂരിട്ടും ഇതെല്ലാം കൂടി ഉള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. യൂനുസ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ച വാക്ക് അല്ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവേ നീയല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക്ക് നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, എന്നിൽ നിന്ന് തെറ്റുവന്നുപോയി പഠിച്ചോനെ. കേട്ടോ, തെറ്റുവന്നുപോയി. അതുകൊണ്ട് ഫസ്തജബ്നാലഹു, അദ്ദേഹത്തിന് ആ ഉത്തരം നൽകി. അങ്ങനെ നജ്ജൈനാഹു മിനൽ ഗം, ആ പ്രയാസത്തിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാ വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഅ്മിനുകളായ ആളുകളെ അള്ളാഹു രക്ഷിക്കുന്ന ഒരു രൂപം ഇതാണ്. പ്രകാരം രക്ഷിക്കുക. ഒരപകടത്തിൽ നിന്ന് മറ്റൊരു അപകടത്തിൽ ചെന്നു ചേരും, പക്ഷെ അള്ളാഹു രക്ഷപ്പെടുത്തും. അതിനെന്ത് വേണം? അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം. കണ്ടങ്ങൾ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക്ക് നീ പരിശുദ്ധനാണ്, അള്ളാഹിനെ വാഴ്ത്താൻ. നമ്മൾ അപകടത്തിൽപ്പെട്ടാൽ, പ്രയാസത്തിൽ കഴിയുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹിനെ വാഴ്ത്തല്ല. നമ്മളോട് എല്ലാവരും എന്താ പറയുക? പഠിച്ചോനില്ല കേട്ടോ, പഠിച്ചോൻ്റെ അന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തുമോ? അന്നെ അങ്ങനെ ബുദ്ധിമുട്ടിലാക്കുമോ? ഇജ്ജ് വലിയ നിസ്കരിക്കുന്ന ആളല്ലേ, ഇത്രയും കഷ്ടപ്പെടുത്തിയ ആരാ? അങ്ങനെ പറഞ്ഞാൽ എത്രയോ ആളുകളുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് പ്രശ്നം. ഒരു വിശ്വാസിയോട് വിശ്വാസിയുടെ നാവിൽ നിന്ന് അതല്ല വരുന്നത്. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പഠിച്ചോനെ എൻ്റെ ഭാഗത്ത് നിന്ന് അക്രമം വന്നുപോയി, ചെയ്യാൻ പാടില്ലാത്താൻ ചെയ്തത്. കാരണം ആ നീനുവ എന്ന പ്രദേശത്തുള്ള ആളുകൾ നന്നാവുകയില്ല എന്ന് വിചാരിച്ച് ഞാൻ നാട് വിട്ടു. അത് തെറ്റായിപ്പോയി. ആ നാട് വിട്ടതിനെ കൊണ്ടാണ് അള്ളാഹു ഈ അവസ്ഥ എനിക്ക് തന്നത്. അക്രമം ബോധ്യപ്പെട്ടു, ഉത്തരം അള്ളാഹു കൊടുത്തു. വനജ്ജൈനാഹു മിനൽ ഗം, ആ പ്രയാസത്തിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് അള്ളാഹു വിശ്വാസികൾക്ക് പ്രതിഫലം കൊടുക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ ഇത് സംഭവിച്ചതും മുഹറം മാസത്തിലാണ് കേട്ടോ. അപ്പം മുഹറം മാസത്തിൽ സംഭവിച്ച പ്രത്യേകതകളെക്കുറിച്ച് സലഫുസാലികളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ ആയത്തുകളെല്ലാം വെച്ചുകൊണ്ടാണ് വിശദീകരിച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ആരെയാണ്? ഫിറോൻ. ആ ഫിറോൻ ഏറ്റവും കൂടുതൽ ബനി ഇസ്രായേലിനെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അറിയാലോ, ഖുർആൻ പറഞ്ഞു വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറഔൻ യസൂമൂനക്കും സുഅൽ അദാബ് യുദബ്ബിഹുന അബ്നാക്കും വയസ്തഹ്യുന നിസാക്കും വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അലീം എന്ന് ഖുർആൻ ഇങ്ങനെ തുടർന്ന് അൽ ബഖറയിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നതാ വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറൗൻ, ഫിറൗൻ്റെ അനുയായികളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. അത് നിങ്ങൾ ഓർക്കണം. വൈദ് നജ്ജൈനാക്കും മിൻ ആലി ഫിറൗൻ യസൂമൂനക്കും, അവർ നിങ്ങളെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു. അവൻ സുഅൽ അദാബ്, നിഷ്ഠൂരമായ ശിക്ഷ, സാധാരണ ശിക്ഷ അല്ല. ആണിതറച്ച പലകൻ്റെ മുകളിൽ മലർത്തിക്കിടത്തി ആ ശരീരം മുഴുവനും അവിടെ അമർത്തുകയായിരുന്നു. അങ്ങനെ രക്തം പൂർണ്ണമായി നിർഗളിച്ച് ആളുകളെ കൊല്ലുന്ന രീതിയായിരുന്നു ഫിറോൻ സ്വീകരിച്ചത്. യസൂമൂനക്കും സുഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാക്കും, നിങ്ങൾക്ക് ജനിക്കുന്ന ആൺമക്കളെ ഫിറോൻ അറുകൊല ചെയ്തിരുന്നു. വയസ്തഹ്യുൻ നിസാക്കും, നിങ്ങളിൽ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിരുന്നു. അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചിരുന്നു, ലജ്ജ നഷ്ടപ്പെടുത്തിയിരുന്നു. യസ്തഹി രണ്ടർത്ഥം അവിടെ. യസ്തഹ്യുൻ നിസാക്കും, ഒന്ന് ജീവിക്കാൻ വിട്ടു, മറ്റൊന്ന് കൊന്നു. മറ്റൊന്ന് എവിടെ
പിന്നെ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ എവിടെ ദ്രോഹിക്കപ്പെടുന്നുണ്ടോ അവിടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും. അതാണ് യസ്തഹിയു നിസാക്കും ഒഫീ ദാലിക്കും ബലാവും മിർ റബ്ബിക്കും അലീം. അതിലെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. അതെപ്പോഴാ? മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, ഔഹൈന ഇലാ മൂസാ നബിക്ക് നാം വഹി കൊടുത്തു, അൻ നസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബഊൻ. നിന്നിൽ വിശ്വസിച്ച ഇസ്രായേലിയരുമായി നീ ചെങ്കടൽ കടക്കണം. ചെങ്കടൽ കടന്നു പോകണം. തൂർസീനാ പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് പോകണം. അൻ നസ്രി ബി ഇബാദി, അതും രാത്രിയിൽ പോകണം. ആരാരും അറിയാതെ, ഫിറോനും സിൽബന്തികളും അറിയാതെ പോകണം. അൻ നസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബഊൻ. പക്ഷേ അവരറിയും, അവർ നിങ്ങളെ പിന്നാലെ വരും. അതിന് വഹി കൊടുത്തു, അൻ നസ്രി ബി ഇബാദി ഇന്നക്കും മുത്തബഊൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് യാത്ര പോയി. ചെങ്കടൽ കടക്കാൻ വേണ്ടി ചെങ്കടലിൻ്റെ അടുത്തെത്തി. ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഫിറോൻ പാർട്ടികളും ശത്രുക്കളും മൂർത്ത കുന്തമുനകളുമായി എല്ലാവിധ യുദ്ധ സാമഗ്രികളുമായി പിന്നാലെ ഫിറോനും പട്ടാളവും. മുമ്പിലാണെങ്കിൽ അലതല്ലുന്ന പാരാവാരം, ഒരു രക്ഷയില്ല. ഈ രംഗത്ത് ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ഫലമ്മാ തറാ അൽ ജംആൻ, ഈ രണ്ട് സംഘങ്ങളും ചെങ്കടലിന്റെ തീരത്ത് വെച്ച് പരസ്പരം കണ്ടു. പിന്നിൽ ശക്തമായ ക്രൂരനായ ഭരണാധികാരിയും അവൻ്റെ ശത്രുക്കളും. ശത്രുവ്യൂഹം ബാക്ക് പിൻഭാഗത്ത്. മുന്നിലേക്ക് നോക്കുമ്പോൾ അലതല്ലുന്ന പാരാവാരം, ഒരു രക്ഷയുമില്ല. കാല അസ്ഹാബ് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ കുടുങ്ങിയിട്ടോ മൂസേ, കുടുങ്ങിപ്പോയി, ഇനി രക്ഷയില്ല, ഇനി മരണം വരിക്കല്ലാണ്ട് വേറെ വയ്യില്ല. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, കല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇന്നമായി റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനെനിക്ക് വഴി കാണിച്ചു. അതാണ് ഈമാൻ. ഉണ്ടോ? വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ടെന്ന് പറയാൻ മാത്രമുള്ള ഈമാൻ നമുക്കുണ്ടാവണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ രക്ഷിച്ചു, അല്ലേ? അതെങ്ങനെ? അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട് ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ, അനിലിബി അസാക്കൽ ബഹ്റ, അടി മൂസെ, സമുദ്രത്തൊരു അടി എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട്. ബി അസാക്ക അൽ ബഹ്റ, സമുദ്രത്തിൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിക്കുക. അടിച്ചപ്പോഴോ ഫക്കാന ഫൻഫലക ഫക്കാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം. ഫൻഫലക, അപ്പോൾ പിളർന്നു, സമുദ്രം പിളർന്നു. ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അവിടെയാണ് നിങ്ങളുടെ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചത്. അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ് മൂസാ നബിക്ക്. ഫൻഫലക ഫക്കാന കുല്ലു ഫിർഖിൻ, എല്ലാ പിളർപ്പുമായി തീർന്നു. വെള്ളം ഇങ്ങനെ മാടി കണ്ടു നിന്നു. സ്ത്രീകൾ മുടി വാർന്നു വെച്ച മാതിരി, നേരെ ഒരു വഴി, രണ്ട് ഭാഗത്തേക്കും മുടി ഇങ്ങനെ വാർന്നു വെച്ച മാതിരി. കത്തൗദിൽ അലീം, വലിയ മലന്തിട്ട പോലെ രണ്ട് ഭാഗത്തേക്ക് വെള്ളം നിന്നു. ഇത് കണ്ടപ്പോഴോ ബാക്കിൽ മൂസാ നബിയും അനുയായികളും ഈ വഴിയിലൂടെ, ഈ വെള്ളം രണ്ടായി പകുത്ത് ചുമര് പോലെ കെട്ടിയിരിക്കുന്ന ഭാഗത്തൂടെ മൂസാ നബിയും അനുയായികളും കടന്ന് തൂർസീനാ പർവ്വതത്തിന് താഴ്വരയിലേക്ക് പോകുമ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അസ്ലഫ്ന സമ്മല്ലാഹരീൻ, മറ്റേ ഈ ഭാഗത്ത് അള്ളാഹു ഇങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ അഹ്റഖ്ന, നാം മുക്കിക്കൊന്നു. ആരെ? ഫിറോനും കൂട്ടരും. കേട്ടോ, അത് അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ ആ സംഭവം ഉണ്ടായത് വഫീഹി ഫലക്കൽ ബഹ്റലി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി അള്ളാഹു സമുദ്രത്തെ പിളർത്തി കൊടുത്തതും ഈ മുഹറം മാസത്തിലാണ്. അപ്പം എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അള്ളാഹു ഇടപെട്ട മാസത്തെയാണ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ പുരോഹിത വർഗം ഉറഞ്ഞാടുന്നത്, അല്ലേ? പിന്നെ ഇപ്പം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ കൂടിയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഹെഡിങ് കൊടുക്കുക എന്താ? പവിത്ര മാസം. എന്നിട്ടോ പറയലോ മരിക്കാണ്ടിരിക്കാൻ വരെ ദിക്റുകളുണ്ട് ഈ മുഹറം മാസത്തിൽ നിർവഹിക്കേണ്ട. ഇവർ പറയുന്നത് അന്തം വിട്ടു കേട്ടോ. അതുപോലെ ഓരോ ദിവസവും ഇപ്പം നിങ്ങൾ നോക്കേണ്ടി, നമ്മളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളുടെ ഏത് സ്ഥാപനമായാലും അവരിറക്കുന്ന കലണ്ടറിൽ മുഹറം 1 മുതൽ 10 വരെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പറയും നഴ്സ് പറഞ്ഞാൽ ശകുനം പിടിച്ച ദിവസമാണ് ഈ മുഹറത്തിന്. കലണ്ടറിൽ മുഴുവൻ നഴ്സ് എന്നൊക്കെയാണ്. നിങ്ങൾ ഇവിടെ പരിശോധിച്ച് നോക്കി, ആരുടെയും ഒരു കലണ്ടർ വാങ്ങിയിട്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇതെന്താ പറയുന്നത്.
നെഹ്സാണ്. നെഹ്സ് പറഞ്ഞാൽ എന്താ? ശകുനം പിടിച്ച ദിവസം, ലക്ഷണം കെട്ട ദിവസം എന്നാണ് മുഹറേ. അത് അങ്ങനെയാണ് ആളുകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ പവിത്രമായ ദിവസത്തെ വളരെ അള്ളാഹു അനുഗ്രഹിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നൽകിയ ഈ മാസത്തെ വളരെ മോശമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് മാത്രമല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു പ്രത്യേകമായ ഒരു അവസരം അള്ളാഹു കൊടുത്തു. എന്തായിരുന്നു? ഊഫിറലക്ക മാ തക്കദ്ദമ മിൻ ദൻബിക വമാ തഅഖർ. മുഹമ്മദ്, നിന്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപം അള്ളാഹു നിനക്ക് പുറത്തു വന്നിരിക്കുന്നു. അത് പ്രഖ്യാപിച്ച മാസവും മുഹറം. ഈ ഒരു പ്രഖ്യാപനം നടന്ന മാസവും മുഹറം. അപ്പം ചുരുക്കത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് വിശ്വാസി സമൂഹത്തെ അനുഗ്രഹിച്ച മാസത്തെയാണ് പലരും വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. ഇനി ഈ മാസത്തിൽ മുസ്ലിങ്ങളായ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് നോക്കാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഹറം മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിട്ട് ഇവിടെ എത്തുന്നത് മദീനത്ത് നബി എത്തിയപ്പോൾ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തി. ഫറഅൽ യഹൂദ തസൂമു യൗമു ആശുറ. മുഹറം 10 ദിവസം ജൂതന്മാരായ ആളുകൾ, ഈ രക്ഷപ്പെട്ടു പോയി എന്നറിയില്ലേ, അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഫഖാല, റസൂൽ ചോദിച്ചു, മാഹാദ, എന്താണ് നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കാരണം ഇന്ന് മുഹറത്തിന്? കാലു, അവർ പറഞ്ഞു, യൗമുൻ സാലിഹ്, ഏറ്റവും നല്ലൊരു ദിവസം അത്. എന്താ കാരണം? ഓൾക്ക് നന്നാവാൻ. നജ്ജല്ലാഹു ബനി ഇസ്രായേല മിൻ അദുവ്വിഹിം, ഇസ്രായേൽ സന്തതികളെ അള്ളാഹു അവരുടെ ശത്രുക്കളിൽ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അത് നന്ദി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത്. അപ്പം ഫസാമഹു മൂസ, അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം റസൂല പറഞ്ഞു, കാല അന അഹക്കു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് കടപ്പാടുള്ള വ്യക്തി ഞാനാണ്. അങ്ങനെ റസൂല ഫസാമഹു, നബി നോമ്പനുഷ്ഠിക്കുകയും അമറ ബി സിയാമിഹി, നോമ്പനുഷ്ഠിക്കാൻ സഹാബിയോട് കൽപ്പിക്കുകയും ചെയ്തു. ഈ മുഹറം മാസം കേട്ടോ. ആയിഷ ബീവി പറയാണ്, കാനത്ത് യൗമു ആഷൂറ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലത്ത് തന്നെ ഖുറൈശികളായ ആളുകൾ മുഹറം 10 നോൽക്കാറുണ്ടായിരുന്നു. ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹറം 10 നോൽക്കാറുണ്ട്. ഫലമ്മ ഖദിമൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയപ്പോൾ ഫുരിദ റമളാൻ നിർബന്ധമാക്കി. ഹിജ്റ 2-ാം വർഷമാണല്ലോ നോമ്പ് നിർബന്ധമാക്കുന്നത്, റമളാൻ മാസത്തിലെ. അത് നിർബന്ധമാക്കപ്പെട്ടു. അപ്പോഴോ തറക്ക യൗമു ആഷറ, അപ്പോൾ ആഷുറ നോമ്പിനെ ഫർളിൽ മാറ്റുകയും റസൂൽ പറഞ്ഞു, ഫമൻ ഷാ സാമ ഒമൻ ഷാ തർക്ക. ആരുദ്ദേശിക്കുന്നുവോ അവർക്ക് മുഹറം 10 നോമ്പനുഷ്ഠിക്കാം, പ്രയാസമുള്ള ആളുകൾക്ക് ഒഴിവാക്കാം. ഇപ്പം മുഹറം 10 നോമ്പിൻ്റെ പ്രത്യേകത. ഇനിയോ അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞു, നബിയെ, ജൂതന്മാരൊക്കെ നോമ്പ് നോൽക്കുന്നുണ്ട്, പിന്നെ അപ്പം നമ്മളും അവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ? ഒരു നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോക്കും. ജൂതന്മാരുമായി ഖാലിഫുൽ യഹൂദ് വ ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോടും ജൂതന്മാരോടും മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കണം, അവരുടെ വ്യതിരിക്തത കാണിക്കണം. ഇന്നത്തെ കാലത്തെ മുസ്ലിങ്ങൾ അവരോട് എങ്ങനെ ചേരാൻ കഴിയും അവർ നോട്ടം അല്ലേ? ബർത്ത്ഡേ കഴിക്കുന്നു, ഫാദേഴ്സ് ഡേ കഴിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഡേ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ആരും കൊടുന്നതാ? ജൂതന്മാരുണ്ടാക്കിയതാ. ഈ സമൂഹത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാ. വെഡ്ഡിങ്സ് അല്ലേ, ഡേ, അതിനൊരു ഡേ. ബാപ്പനെ സ്നേഹിക്കാൻ ഒരു ദിവസം, മദേഴ്സ് ഡേ, അമ്മനെ സ്നേഹിക്കാൻ ഒരു ദിവസം, ബാപ്പനെ സ്നേഹിക്കാൻ ഒരു ദിവസം, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട് ആര്? മുസ്ലിങ്ങളിൽ. എന്നിട്ട് അന്ന് എന്ത് ചെയ്യുക? ഓരോരോ കാർഡ് ഉണ്ടാക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യുക അല്ലേ? ഇപ്പം മുസ്ലിങ്ങൾ എവിടെത്തിയെന്ന് അറിയോ? വെള്ളിയാഴ്ചക്ക് വരെ കാർഡ് ഉണ്ടാക്കി അയക്കി തുടങ്ങിയിരിക്കണം. അതൊക്കെ തുടങ്ങുന്നത് ജൂതന്മാരാ. നമ്മളും അതൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പം എന്താ കാരണം? നിങ്ങൾ ജൂതന്മാരുമായും മുശ്രിക്കുകളുമായി വേറിട്ട് നിൽക്കണം. നിങ്ങൾ നോക്കേണ്ടി ഇപ്പോഴുള്ള കുട്ടികളെ മുടി നോക്കി, ഞങ്ങൾ ചെറുപ്പക്കാരെ ജൂതന്മാരെ മുടിയാണ്. ഈ ഭാഗത്തൊക്കെ ഒന്ന് വെട്ടുക, അടിഭാഗം നിങ്ങൾ നോക്കേണ്ടി, ശ്രദ്ധിച്ചാൽ കാണാം. ഇത് ജൂതന്മാർ മുടിയെട്ടിയതാണ്. അവിടെ റസൂല പറഞ്ഞ്, നിങ്ങൾ ഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് വേറിട്ട് നിൽക്കണം മുസ്ലിങ്ങൾ, മുടി വെട്ടുന്നിടത്ത് പോലും.
നമ്മൾ രക്ഷിതാക്കൾ മക്കൾ ബാർബർ ഷാപ്പ് കൊണ്ടുപോയിട്ട് ബാർബർ ഷാപ്പിലുള്ള ബീഹാരിയോ ബംഗാളിയോ ഒക്കെ എന്താ പറയുക, എങ്ങനെ വെട്ടേണ്ടത് നമ്മളോട് ചോദിക്കും. അപ്പം ഓൻ കാണിച്ചു കൊടുക്കുക. അവിടെ ഫോട്ടോ ഉണ്ടാവും കുറേ ആൾക്കാരുടെ, കുറേ ജൂതന്മാരുടെ. എന്നിട്ട് അത് വെച്ച് അങ്ങനെ റെഡിയാക്കുക. നിങ്ങൾ നേരക്ക് മനുഷ്യന്മാർ വെട്ടണ മുടി വെട്ടിയാൽ നിങ്ങളെ മോനക്ക് ഇഷ്ടാവില്ല. കാരണം എന്താ, ഓൻ ജൂതനാണ്, ജൂതൻ്റെ മോനാണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടല്ലേ, എൻ്റെ മോൻ ജൂതനാന്ന് പറഞ്ഞ മൗലവി. ഞാൻ പറഞ്ഞില്ല, നിങ്ങളാക്കിയതാ, നിങ്ങളാക്കിയെന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് വേർട്ടിക്കണം, വ്യതിരിക്തത വേണം. അതല്ല റസൂലുള്ള പറഞ്ഞത്. നോക്കുകൾ ഒരു നോമ്പിൻ്റെ കാര്യത്തിൽ പോലും റസൂലുള്ള പറയാണ്, ജൂതന്മാർ 10 നോക്കുന്നുണ്ട് എങ്കിൽ ഫൈദ കാനൽ ഉക്കുബിലു ഇൻഷാ അല്ലാ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലാസൂമന്ന താസിയ, ഞാൻ 9 നോൽക്കും, മുഹറം 9 നോൽക്കും. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഫലം എഴുത്തിൽ ആമുൽ മുഖബിൽ ഹത്താ തോഫിയ റസൂലുള്ള, അടുത്ത വർഷം 9 വരെ നബി ജീവിച്ചിരുന്നില്ല. തുവഫിയ റസൂലുള്ള, റസൂലുള്ള വഫാത്തായി. അപ്പം അതുകൊണ്ട് നോറ്റില്ല. എന്നാൽ റസൂൽ ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു, 9ഉം 10ഉം സുന്നത്താക്കി. നബി 10 നോറ്റിട്ടുള്ളൂ. 9 നോക്കുമെന്ന് റസൂൽ ആഗ്രഹിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി റസൂലുള്ള യാത്രയായി. അതുകൊണ്ടാണ്. അപ്പം ഏതാവട്ടെ, വളരെ മനോഹരമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യേണ്ട, പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട, നമുക്കൊരുപാട് പ്രതിഫലം, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന, ഇരട്ടി ശിക്ഷയും ലഭിക്കുന്ന ഒരു മാസമാണ് മുഹറം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക. എല്ലാ തിന്മയിൽ നിന്നും, എല്ലാ പാപങ്ങളിൽ നിന്നും. എല്ലാ കാലത്തും പാപം പാടില്ല, പക്ഷെ മുഹറത്ത് തീരെ പാടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഈ മുഹറം മാസത്തിൽ ഇരട്ടി പ്രതിഫലം എല്ലാ കർമ്മങ്ങളിലും, എല്ലാ ഇബാദത്തുകളിലും നേടിയെടുക്കാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിതം നയിച്ച് സ്വർഗം പിരിയുമ്പോൾ സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഔദ്യോഗികമായി തന്നെ യോഗ്യതയും തൗഫീഖും നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് തൗബയിൽ അള്ളാഹു പവിത്രമാക്കിയ ഈ മാസത്തെക്കുറിച്ച് സൂറത്ത് തൗബയിലെ 36-ാം ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ വിശദീകരിച്ചാൽ, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ഷഹ്റൻ ഫീ കിതാബില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മാസങ്ങൾ 12 മാസമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ 12 മാസമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്ന് നമ്മൾ കണ്ടുപിടിച്ച കലണ്ടർ പ്രകാരമല്ല, യൗമ ഖലഖസ്സമാവാതിവൽ അർള്, ആകാശത്തെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ച നാൾ മുതൽ ഒരു വർഷത്തിൽ 12 മാസമായിട്ട് അള്ളാഹു തീരുമാനിച്ചു. മിൻഹ അർബഅത്തുൻ ഹുറും, ഉണ്ടോ, അതിൽ 4 മാസം പവിത്രമാണ്. ആ 4 മാസമാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, അല്ലെ? ഈ 4 മാസം പവിത്രമാണ്. ഇതല്ലാത്തൊരു മാസം പവിത്രതയില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ റബീഉൽ അവ്വലിൻ്റെ നിലവിളി തുടങ്ങും ഒരു വിഭാഗം ആളുകൾ. അതിനൊരു പവിത്രതയില്ല. അള്ളാഹു പവിത്രത കൽപ്പിക്കാത്ത മാസങ്ങൾക്ക്, ദിവസങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കൽ കുഫറിനെ വർദ്ധിപ്പിക്കലാണ്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. അള്ളാഹു പവിത്രത കൽപ്പിക്കാത്ത മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കൽ കുഫറിനെ വർദ്ധിപ്പിക്കലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അപ്പം പറയാം, 4 മാസം പവിത്രമാണ്. എന്നിട്ട് പറയാം, ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് നേരായ മതം, ദാലിക ദീനുൽ ഖയ്യിം. അതുകൊണ്ട് ഫലാ തലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളോട് തന്നെ പാപം ചെയ്തിട്ട് ഈ മാസം ഉണ്ടോ, ഈ അഷ്ഹുറുൽ ഹുറുമിലെ പവിത്രമായ മാസത്തിൽ നിങ്ങളുടെ ഭാഗത്ത് തിന്മകൾ വരാൻ പാടില്ല. ഫലാ തലിമു ഫീഹിന്ന അൻഫുസവും, സ്വന്തം ശരീരത്തോട് പാപങ്ങൾ ചെയ്യാണ്ടിരിക്കണം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈനല്ലാഹ ലുൽമുൻ ഫിൽ അഷ്ഹുരിൽ ഹുറും, പവിത്രമായ മാസങ്ങളിൽ അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഅ്ലമു ഖത്തിയ, അതിന് വലിയ ശിക്ഷ ഉണ്ടാവും. അങ്ങനെ വലിയ പാപ ഈ മാസത്തിൽ തിന്മ ചെയ്താൽ. വൽ അമലു സാലിഹ്, സൽക്കർമ്മം ചെയ്യലോ, വൽ അജ്റു അഅ്ലം, അതിനും പ്രതിഫലം മഹത്തരമായിരിക്കും. ഭയങ്കര പ്രതിഫലം കിട്ടും. നന്മ ചെയ്താൽ. തിന്മ ചെയ്താലോ ഒരുപാട് ശിക്ഷയും കിട്ടും. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു,
അല്ലാഹു സുബ്ഹാനഹു തആല ചില വ്യക്തികളെയും ചില ദിവസങ്ങളെയും ചില സ്ഥലങ്ങളെയും ഒക്കെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ഇസ്തഫ സഫായ മിൻ ഖൽഖി. അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ സൃഷ്ടികളിൽ ചിലരെ പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ഇസ്തഫ മിനൽ മലായിക്കത്തി റുസുല, മലക്കുകളിൽ നിന്ന് ചിലരെ അള്ളാഹു ദൂതന്മാരായിട്ട് അള്ളാഹിൻ്റെ മെസ്സഞ്ചർ പാസ് ചെയ്യാനുള്ള ആളുകളായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള മലക്കുകൾ തിരഞ്ഞെടുത്തു. ഒമിനാസി റുസുല, മനുഷ്യരിൽ നിന്നും ചില ദൂതന്മാർ അള്ളാഹു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. വസ്തഫ മിനൽ കലാമി ദിക്റ, അള്ളാഹുവിൻ്റെ സംസാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരമായി വിശുദ്ധ ഖുർആനെ തിരഞ്ഞെടുത്തു. വസ്തഫ മിനൽ അർലി അൽ മസാജിദ, ഭൂമിയിൽ അള്ളാഹു ഏറ്റവും വിശിഷ്ടമായ സ്ഥലമായിട്ട് പള്ളികളെ തിരഞ്ഞെടുത്തു. പിന്നെ അള്ളാഹ് തിരഞ്ഞെടുത്താറത്. വസ്തഫ മിന ഷുഹൂരി റമലാൻ വൽ അഷ്ഹുറുൽ ഹുറം, അള്ളാഹു പരിശുദ്ധ റമലാനെയും ഈ 4 മാസങ്ങളെയും ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളെയും അള്ളാഹു പവിത്രത നൽകി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വസ്തഫ മിനൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം അള്ളാഹു തിരഞ്ഞെടുത്ത ദിവസമാണ് വെള്ളിയാഴ്ച. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദർ, രാത്രികളിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം അള്ളാഹു തിരഞ്ഞെടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് അള്ളാഹു പ്രാധാന്യം കൽപ്പിച്ച മാസങ്ങളെയും ദിവസങ്ങളെയും വ്യക്തികളെയും നിങ്ങളും പ്രാധാന്യം കൽപ്പിക്കണം കേട്ടോ. അപ്പോൾ ആ പ്രാധാന്യമാണ് അഫ്ദലു സിയാം ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം നാം നോൽക്കുന്ന നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിന് പ്രാധാന്യം കൊടുത്തത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമു യൗമിൻ ഫല്ലലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗമ ആശൂറ. ആശൂറ ദിവസത്തിൻ്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൊടുത്തതുപോലെ ഒരൊറ്റ നോമ്പിനും പ്രാധാന്യം കൊടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആരും ഇബ്നു അബ്ബാസ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന, ഒരു വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുന്ന ഒരൊറ്റ നോമ്പാണ്. അപ്പം അതുകൊണ്ട് പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചു തന്ന നിയമപ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീന് ജീവിതത്തിൽ പകർത്തി അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ബിദ്അത്തുകളായ എല്ലാ തിന്മകളെയും ജീവിതത്തിൽ നിന്ന് നിരാകരിച്ച് റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് മരിച്ചു പിരിയാൻ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാലവർഷക്കെടുതിയിൽ വരുന്ന എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ആരോഗ്യത്തോടു കൂടി ജീവിച്ച് മരണം വരെ ആർക്കും ബാധ്യതയില്ലാതെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങളാൽ ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങൾ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അള്ളാഹു അത് നീക്കിത്തരുകയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാർക്കൊക്കെ നീക്കിക്കൊടുത്തതുപോലെ നീക്കിക്കൊടുക്കുന്ന മാസമാണ്. പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കുടുംബസമേതം സ്വർഗത്തിലെത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തെറ്റുകൾ വരുമ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും തെറ്റുകൾക്കെതിരിൽ ശക്തമായി പ്രതികരിക്കാൻ സാധിക്കുന്ന ഈമാൻ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.